ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, ഞാനിപ്പോൾ ഗോവയെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, ഗോവ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വികാരമുള്ള സ്ഥലമാണ്. അത് 1961 പോർച്ചുഗീസുകാർ കോളനൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 7-10 സെഞ്ചുറി മുമ്പ് കഴിഞ്ഞ് വന്നിട്ട് 1987 സ്റ്റേറ്റ് ആയി കഴിഞ്ഞിട്ട് അത് 1988 ഇപ്പോൾ ഇതെൻ്റെ ആസ്ഥാനം എന്ന് മറക്കണ്ട എന്ന് പറയുന്നത്. അപ്പോൾ 1988 ജനിച്ചിട്ട് ഒരു 9 വർഷം അവിടെ തങ്ങി നിൽക്കുമ്പോൾ എല്ലാം ഒരു 90സിലുള്ള ഒരു ജീവിതത്തെ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി അഭിനയം എന്നുള്ള പറയണ്ട, ഒബ്സർവ് ചെയ്തൊരു ആരും പറയിപ്പിക്കാണ്ട് ചെയ്യണത് കണ്ട് മനസ്സിലാക്കുന്ന സിനിമ 90സിലത്തെ മാത്രം സിനിമ വളരെ പ്രത്യേകത ഉണ്ട്. അതുപോലത്തെ സിനിമ പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. 2005 വരെയെങ്കിലും 2015 വരെയെങ്കിലും ശരി. ഇപ്പോഴത്തെ MDMA സിനിമ പോലെയല്ല, 1980s പോലെയല്ല, 1970s പോലെയല്ല, പഴകിയതും അല്ല, MDMA അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കണ ഒരു ഇതുണ്ടല്ലോ, ലൂപ്പ് ഹോൾ കഴിഞ്ഞിട്ട്, അത് നല്ലത്. അപ്പോൾ ആ ഗോവ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എത്ര മെനക്കെട്ട് വന്നാലും നിങ്ങൾക്ക് ആരെക്കുറിച്ച് പറയണതെന്ന് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെളിവില്ലെങ്കിൽ, കണ്ടാൽ തിരിച്ചറിയില്ലെങ്കിൽ ആരെക്കുറിച്ച് പറയണതെന്ന് ആരോ പറയിപ്പിച്ച് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വളിവിട്ട നാവ്, വളിവിട്ട മോന്തയും പിന്നെ അരുന്ന് കൂട്ടി വാങ്ങുന്നതും എന്തുകൊണ്ടാണ് ശരിയല്ല ഞങ്ങൾ പറയണം. അതുകൊണ്ടായിരുന്നു കൂട്ടി വാങ്ങണം. നിങ്ങൾ ശരിയെ പറയുമെങ്കിൽ ഞാൻ ശരിയല്ല എന്ന് പറയില്ലായിരുന്നു. ശരിയാണെങ്കിൽ ശരി. നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് തന്നിട്ട് നിങ്ങളും ഡ്രഗ് അടിച്ചിട്ട് നടന്നോ? ഷിജിനും കുഞ്ചുവായുടെ പോലെ ഡ്രഗ് അടിച്ച് കുടിച്ച് മാമുക്കോയുടെ പോലെ നടന്നു. പറയിപ്പിച്ച് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ മതി. ബോധമില്ലാത്തവരുടെ പോലെ നടന്നോ എന്നല്ല പറയുന്നത്. പറയിപ്പിക്കാണ്ട് മനസ്സിലാക്കി ചെയ്യാൻ പഠിക്കുക. അല്ലാണ്ട് വിഡിത്തം മൊത്തം വിശ്വസിച്ച് നടന്നിട്ടല്ല ചെയ്യേണ്ടത്. 10 വർഷം മാത്രം ജീവിക്കുന്ന കുരങ്ങെന്ന് എങ്ങനെ 100 വർഷം 200 വർഷം 300-400 വർഷം ഒരു സമയം അതുപോലെ വന്നിട്ടുണ്ട്. ഒരു തിരിച്ച് പ്രതീക്ഷിക്കാൻ സ്നേഹിക്കുന്നതും തേജസ്സും ആയുസ്സും ഉള്ളവരും ജനിക്കുന്നു. 10 വർഷം ജീവിക്കുന്ന കുരങ്ങനെ അത്ര ആയുസുള്ളൂ. അത് കഴിഞ്ഞിട്ട് മ്യൂട്ടേഷൻ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടോ സ്വയം? ഇല്ല. അപ്പോൾ ആ പടി വന്നതിനെ ഓരോ മാഷുകൾ കുടിച്ച് ലക്ക് കെട്ട് നടക്കുന്ന സിഗരറ്റ് വലിച്ച് വീട്ടിലിരിക്കണം മുണ്ടും ഷർട്ടിട്ട മാഷുമാർ ഫീസ് കൊടുത്ത് പഠിപ്പിക്കണം. പല പരീക്ഷയിൽ പൊട്ടി നടക്കണം. ഇത് വിഡിത്തം കട്ടിട്ട് ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കണം. അവരാക്കിയിട്ടുണ്ട്, ബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അങ്ങ് ആവരുത്. അപ്പോൾ ശരിക്കും പറയുമ്പോൾ അതിന് വിപരീതമാക്കരുത്. തെറ്റിനെ മുറുകെ പിടിച്ച് ഇതന്നെ ദുഷ്ടാഠ്യം പിടിച്ചിരുന്ന അരുന്ന് കൂട്ടി വാങ്ങിയ ആത്മാവും ഉണ്ടാവില്ല, പുനർജനം ഉണ്ടാവില്ല, പുഴുത്ത് ചാവന ചെയ്യും. പിന്നെ ബോധമുള്ളവരെന്താ ചെയ്യുക? ശരിക്കും പറയണവർക്ക് ശരിയുള്ള രീതിയായതുകൊണ്ട്, ബോധമുള്ളതുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് എപ്പം മിണ്ടാണ്ടിരിക്കണം, എപ്പം പറയണമെന്ന് മനസ്സിലാവും. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയില്ല. ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന ഭേദം. പിന്നെ നിങ്ങളുടെ വിഡ്ഢി നാവ് ആര് പറപ്പിച്ച് വളിവിട്ട നാവ് പറയുന്നതല്ലേ, വായിന്ന് വൃത്തികേടല്ല വരേണ്ടത്. വിവരമുള്ള കാര്യങ്ങൾ, അനശ്വരമായ കാര്യങ്ങൾ, വലുതായ കാര്യങ്ങളാണ് വരേണ്ടത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, സ്ട്രെങ്ത്തിൽ എന്താ ചെയ്യണത് അതൊക്കെ. അല്ലാണ്ട് ഇതൊന്നുമല്ല. അപ്പോൾ ഞാൻ ബോധത്തോടെ സംസാരിക്കുകയാണെങ്കിൽ എപ്പോൾ സംസാരിക്കണം, എപ്പം മിണ്ടാണ്ടിരിക്കണം, എപ്പോൾ ആര് ചോദിച്ചു തുടങ്ങുമ്പോൾ എന്ത് പറയണം, ഏത് രീതിയിൽ പറയണം എന്ന് ചിന്തിക്കുന്നതാണ് ബോധമുള്ളവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ബോധമില്ലാത്തവർ ഡ്രഗ് അടിച്ച് കുടിച്ചുകൊണ്ട് പറയിപ്പിച്ച് അവരുടെ വിഡിത്തം ഹെൽപ്പ് ചെയ്ത് അവർ നശിച്ചോട്ടെ, തമ്മിൽ അരുന്ന് കൂട്ടി വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല പോലീസുകാരുടെ കടമ. റിവ്യൂ ഇടണമെന്ന് പറയുമ്പോൾ ഒല്ലൂർ പോലീസ് സ്റ്റേഷനും നെടുപുഴ പോലീസ് സ്റ്റേഷൻ്റെ താഴെ റിവ്യൂ ഇടണമെന്ന് പറയുമ്പോൾ ശരിക്കുള്ളത് ചൂണ്ടിക്കാണിച്ച് അവരെ തടഞ്ഞു നിർത്തി അവരുടെ മനസ്സിലാക്കി അറസ്റ്റ് ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാണ്ട്, അവരെ ഡ്രഗ് അഡിക്ഷനെ ഹെൽപ്പ് ചെയ്യാണ്ട്, അത് മാറ്റാനുള്ളത് നോക്കാണ്ട് റിവ്യൂ ഇടണ നേരത്ത് റിവ്യൂ ബ്ലോക്കാക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് തന്നെ തെറ്റായിട്ട് മാറുള്ളൂ. മനസ്സിലായോ? ഒരു ഗ്രൂപ്പ് മൊത്തം വെഡ്ഡികളാണെങ്കിൽ ഈ വെഡിത്തം പറഞ്ഞ അരുന്ന് കൂട്ടി വാങ്ങി ഡ്രഗ് അടിച്ച് നടക്കുന്ന ഹിന്ദി കുട്ടികളും മലയാളി MDMAയും ബാക്കി എല്ലാവരുടെ മൊത്തം എല്ലാം ഒരാളല്ല പാരലൈസിസ് ആവുന്നത്. മുഖത്തൊക്കെ പേര് വിളിച്ച് സംസാരിക്കാറിയാണ്ട് അവിടെ ഇവിടെയും സോഷ്യലിസം ചെയ്ത് നടന്നിട്ട് മൊത്തം ഒരു ഗ്രൂപ്പിലത്തെ വെഡ്ഡികൾ മൊത്തം ഒരുമിച്ച് പാരലൈസിസ് ആവാൻ സാധ്യതയുണ്ട്. മനസ്സിലാവും. അങ്ങനെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കാൻ നോക്കുക. നിങ്ങളായിട്ട് സ്വയം മരുന്ന് കൂട്ടി വാങ്ങാതിരിക്കാൻ നോക്കുക. പറഞ്ഞാൽ അത് മാറാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ജീവിക്കാനുള്ള അർഹത ഉണ്ടാക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ വെഡിത്തം കൂട്ടി മുതൽക്കൂട്ടല്ലാണ്ട് ബാധ്യത കൈവരിക്കാനുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ ചേഞ്ച് എന്ന്. എന്നിട്ട് ബാക്കിയുള്ളത് പറയും. നിങ്ങളുടെ ഭാഷയിൽ കുൻകിലാബ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മുർദാബാദ് ആക്കരുത്. ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ആരെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാം. ശോഷിച്ചത് ഞാൻ ഡിസ്കസ് ചെയ്യില്ല. അപ്പോൾ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നെ മുസ്ലിമും ഹിന്ദുവും റോമൻ കാത്തലിക്കും ഇവിടെ വരണല്ലേ. അപ്പോൾ പെന്തക്കോസ്ത് യഹൂദിയ ക്രിസ്ത്യൻസൊക്കെ ഒരു 2 ബില്യൺ ഉണ്ടെങ്കിലും ഒരാളല്ലത്. 30 ബില്യൺ തെറ്റാണ് ചെയ്യുമെങ്കിൽ
അതൊരു ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ ഗോവേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോവ എന്ന് പറഞ്ഞാൽ ആന്ധ്ര, തെലുഗു, പോർച്ചുഗീസുകാർ 10 വർഷം മുമ്പ് അവിടെ വന്നത് നല്ല പീസ്ഫുള്ളായിട്ട് അവിടെ എല്ലാം ജീൻസ് മൾട്ടിപ്ലൈ അവിടെ നല്ല പീസ്ഫുൾ സ്ഥലമാണ് ടെറിട്ടറി. 1987 സ്റ്റേറ്റ് ആയത്. 1987 അടുത്ത് കഴിഞ്ഞ് പോയിട്ടുള്ളൂ. 1956 എന്നല്ല പറയണേ, 1947 എന്നല്ല പറയണേ, 1987. ഞാൻ ജനിക്കണതിന് തൊട്ട് മുമ്പത്തെ വർഷം. എൻ്റെ ഡാഡിയും മമ്മിയുടെയും 25 ഒക്ടോബർ 1987 കല്യാണ സമയം കഴിഞ്ഞത്. 1980 സമയത്തിന് കഴിഞ്ഞു. ബേബി ആനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച മതി പറഞ്ഞിട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചില്ല ഡാഡി. സാധാ പോലത്തെ കല്യാണം. വീഡിയോ പുതിയതായിട്ട് ഇറക്കി. അതന്നെ 1988 അങ്ങനത്തെ കാര്യങ്ങൾ. ധൈര്യം ഇല്ലാത്തവർ പറയില്ല. അപ്പോൾ പീഡി പൂടികളൊക്കെ 15 വയസ്സിൽ കുടിച്ചിട്ട് അകടച്ചിടുന്ന പോലെയല്ല. ഗോവ എങ്ങനെയാണ്? ഗോവയിൽ പോർച്ചുഗീസ് അവിടുത്തെ ക്രിസ്ത്യൻ ആർക്കിടെക്ചറും ക്രിസ്ത്യൻ ടൈപ്പിലുള്ള പോർച്ചുഗീസ് ലാംഗ്വേജും ഇംഗ്ലീഷ് ലെറ്റേഴ്സും അങ്ങനത്തെ പണ്ട് 10 സെഞ്ചുറി മുമ്പ് അങ്ങനെ 7 സെഞ്ചുറി 5 സെഞ്ചുറി മുമ്പ് തങ്ങി നിന്ന ഒരു സ്മെല്ലും കൾച്ചറും അവിടുത്തെ മഴ പെയ്യുമ്പോൾ അവിടുത്തെ ഒരു ടൈപ്പ് മലകളും അവിടുത്തെ എല്ലാം കൂടി ഇരിക്കുന്നുണ്ട്. ഡെസേർട്ടല്ല അത്. അഫ്ഗാനിസ്ഥാനല്ല. കുറേ പേര് പറയുന്നത് മുസ്ലിംസാണ് അവിടെ നിറച്ച്. തലയ്ക്ക് വരില്ലാത്തവർ സ്വന്തം മക്കളെ വരെ വിഡ്ഢികളാക്കും. അവരെ MDMA കഴിക്കുന്ന രീതിയിൽ. അവിടെ മരുഭൂമിയല്ല. അവിടെ ഫുള്ളും ലഷ് ഗ്രീനും നല്ല നല്ല പച്ചപ്പ് നിറഞ്ഞ എല്ലാം. ഇവിടെ കേരള പോലെയല്ല, പ്രത്യേക വേറെ ഒരു തരം പുറത്ത് വേറെ പുറത്ത് സ്ഥലത്ത് പോയ പോലെ തോന്നും. ഏതായാലും കരീബിയൻ ഐലൻഡ് ഒരു വേറെ ടൈപ്പുള്ള എല്ലാ റോഡ് നല്ല ക്ലീൻ മലകളും വാട്ടർഫോൾ അടുത്തടുത്ത് താഴ്വരയും ബീച്ചുകളൊക്കെ അടുത്തടുത്ത് കിടന്ന എല്ലാം കൂടി ഒരു പ്രത്യേക രീതിയിലും. അവിടുത്തെ ഡ്രസ്സ് രീതിയും വ്യത്യാസം, ആ ക്രിസ്ത്യൻ ആർക്കിടെക്ചർ, അവിടുത്തെ കളർഫുൾ വീടുകളും, ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ബ്ലൂ സീ ബീച്ച്, ആ വഴി പോണ താഴ്വാരവും അരികുള്ള റോഡ് മല, അതൊക്കെ വ്യത്യാസമുണ്ട്. ചെറിയ സ്ഥലമാണ്, എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. അവിടെ അധികം ക്രൈമില്ല. അപ്പോൾ ആ സ്ഥലമൊന്നും നല്ല പുതിയ പുറത്തുള്ള ഷിപ്പുകൾ, ക്രൂസ് ഷിപ്പ്, പാർട്ടി ലൈഫ്, അവിടുത്തെ ലാംഗ്വേജ് ബ്രസീലിയൻ ടൈപ്പ് ലാംഗ്വേജ്, പോർച്ചുഗീസ് ടൈപ്പ് ലാംഗ്വേജ് ഒക്കെ അത് അവിടെയാണ്. അവിടെ എല്ലാവരും കൂടി 10 ആന്ധ്രയിലും തെലങ്കാനയും കുടിച്ചിട്ട് ചൂട് പിടിച്ച് ഈസ്റ്റ് ഇന്ത്യയും ഒരു ഉണക്ക പിടിച്ച ഏതോ ഇൻഡസ്ട്രി സ്ഥലത്ത് പോലത്തെ വൃത്തികെട്ട സ്ഥലം ഗോവയാവില്ല. ഗോവയിലത്തെ ശരിക്കുള്ളതൊന്നും ആന്ധ്രയാവില്ല. അത് അഫ്ഗാനിസ്ഥാനും ആവില്ല, മറാഠി ആവില്ല. കൊങ്കണിയും പോർച്ചുഗീസ് കുറച്ച് മലയാളി അതൊക്കെ കുറച്ചുണ്ടായിരുന്നു. അതവിടെ ഹിന്ദി അധികം ആരും ഇല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ പഠിച്ച് വരുന്നത് അവിടുത്തെ പോർച്ചുഗീസ് ടൈപ്പുള്ള ഡ്രസ്സ് വിധാരണോ ഫോറിൻ ടൈപ്പുള്ള ലൈഫ് സ്റ്റൈലൊക്കെ വ്യത്യാസമുണ്ട്. അവിടെ എല്ലാവരും അവിടെ കുടിച്ചിട്ട് കടിക്കാനും ചാവാനല്ല കിടക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ മാറ്റാം. പിന്നെ എന്താ പറയുക, അപ്പം മുസ്ലിംസ് പിന്നെ മാർവാടികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ കുറച്ച് സിനിമകൾ കളിക്കും. ഒരു മാർവാടിയും ആ ഗോവയിലില്ല. അതൊരു വേറെ ടൈപ്പ് സ്ഥലമാണ്. ക്രിസ്ത്യൻ പോർച്ചുഗീസ്. അവിടെ മാർവാടിയും ഇല്ല, ഹിന്ദിയും ഇല്ല, മുസ്ലിംസും ഇല്ല. ഗോവ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണെന്ന് പറഞ്ഞ ചിലവർ. തലയ്ക്ക് വരില്ലാത്ത മരുഭൂമി വേറെ വല്ല വെടിയത്തെ സ്വപ്നം കണ്ടെങ്കിൽ ഉറക്കത്ത് കഴിഞ്ഞിട്ട് കണ്ണ് മൂക്ക് കഴുകിയിട്ട് മറ്റേ ബോധത്തോടെ വിചാരിക്കാനും സംസാരിക്കാനും കേൾക്കാനും പഠിക്കുക. ശരി പറഞ്ഞിട്ടും തെറ്റന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. അതുപോലെ തെലുങ്ക് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഇങ്ങനെ ഓണക്കുറിച്ച് ഓർക്കാനും വിശ്വറായി അവർക്ക് ഒരു ഫേക്ക് പേരും ശ്രീകണ്ഠി കാഴ്ച ഫേക്ക് ബർത്തിട്ട് പറപ്പിച്ച് പറഞ്ഞായിരിക്കും. അവിടെ ഒരു കണക്ഷൻ ഇല്ല. അവർ ആരും അഭിനയിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് വരണം കാണിക്കുന്നതാണ്. ഏത് 2000 ആണെങ്കിലും ജോഷ് ആണെങ്കിലും എച്ച് ആണെങ്കിലും ഏതാണെങ്കിലും അതെല്ലായിക്കോട്ടെ. സോ തന്തേനെ തള്ളയായിരുന്നു കുട്ടി വമ്മിച്ച ആന്ധ്രയിൽ ഉണക്ക പിടിച്ച സ്ഥലം. ആന്ധ്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഉണക്ക പിടിച്ച സ്ഥലമാണ്. ഡെസേർട്ട് പോലെ എന്താ പറയുക, ഇൻഡസ്ട്രിയും ഒരു വൃത്തിഹീനമായ സ്ഥലവും കണ്ടറിയാം. അവിടുത്തെ ചാണകം മെഴുകിയ പോലത്തെ ആൾക്കാരെ കണ്ടറിയാം. അപ്പോൾ അതല്ല. അപ്പോൾ എല്ലാം മിക്സായിട്ട് ശരിക്കുള്ളതിനെ വിപരീതമാക്കരുത്. അപ്പോൾ ഈ വെസ്റ്റേൺ ഏരിയ അറേബ്യൻ കൊങ്കണൊക്കെ വരുമ്പോൾ കേരള മലബാർ വരുമ്പോൾ കർണാടക ടച്ച് ചെയ്യാണ്ട് മാംഗ്ലൂർ മൈസൂർ വൃന്ദാവൻ ആ സൈഡിൽ കൂടെ വരുമ്പോൾ ഈ അറേബ്യൻ സീ വരുമ്പോൾ ആ ഗോവ ചെറിയതും അവിടെ സ്റ്റേറ്റായിട്ട് ഇവിടുന്ന് വരുന്നതും ഈ തൃശ്ശൂർ വരെ മലബാർ ഏരിയ എന്ന് വരുന്നത് മലബാർ ടച്ചില്ലെങ്കിലും തൃശ്ശൂരും ഗോവയും തമ്മിലുള്ള കണക്ഷനും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗോവയിൽ പല ഭാഷ നമ്മൾ മലയാളം മേശ എന്ന് പറയുന്നത് പോർച്ചുഗീസ് കുറച്ച് ഉണ്ടാക്കിയതോ ആ മേശ തന്നെയാണ് അവിടെയും പറയുന്നത്. മേശ എന്ന് തന്നെ പറയാം. അപ്പോൾ കുറേ കണക്ഷൻസ് ഉണ്ട്. പോർച്ചുഗീസ് ഇവിടെ വന്ന് കോഴിക്കോട് കുറച്ച് നാൾ താമസിച്ച് അവരെ ഇറക്കി വിട്ടതുണ്ടാവും. അവരുടെ ലാംഗ്വേജ് മേശ എന്നുള്ളത് ഇവിടെയും പറയണത് രീതിയായിരിക്കാം. കുറേ അങ്ങനത്തെ വാക്കുകൾ സാമ്യതയുണ്ട്. പിന്നെ ഗോവ എന്നൊക്കെ പറയുന്നത് അറേബ്യൻ സീയുടെ അടുത്താണ്. വെസ്റ്റേൺ പോർച്ചുഗീസ് സ്പെയിനായിട്ടുള്ള കണക്ഷൻ മെഡിറ്ററേനിയൻ ഏരിയ ഗൾഫ് കൺട്രി ഒഴിച്ച് വരുന്നതാണ്. അത് മാറ്റി നിർത്താം. അപ്പോൾ ഗോവ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഐലൻഡ് പോലെ എന്തെങ്കിലും ആയിക്കോട്ടെ, ടെറിട്ടറി സ്റ്റേറ്റ് ആയതാണ് 1987. പിന്നെ അവിടെ മുസ്ലിംസ് ഒന്നുമില്ല. വൃത്തികെട്ട ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലത്തും വെസ്റ്റ് ബംഗാളിലുള്ള പോലത്തെ വൃത്തിഹീനമായി ചെളി പിടിച്ച സ്ഥലത്ത് മുമ്പ് മുസ്ലിംസും ഹിന്ദുസും തിങ്ങി പറക്കണല്ലേ, വിപരീതം ചെയ്യണ റോമൻ കാത്തലിക്സും. ആ ടൈപ്പിൽ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലമല്ല.
അപ്പോൾ ഒരു എക്സ്ക്യൂസിറ്റ് ഒരു വികാരം ഒരു പുതിയ ഒരു തരം എക്സ്ക്യൂസിറ്റ് ഫേസ് എന്ന് പറയും അവിടുത്തെ എക്സ്ക്യൂസിറ്റ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എക്സ്ക്യൂസിറ്റ് ടോക്സ് ഉണ്ടാവുന്ന സ്ഥലമാണ്. അവിടെ സോഷ്യമായ വാക്കുകൾ എനിക്ക് ആരും പഠിപ്പിച്ചിട്ടുള്ള എല്ലാം സ്ട്രെങ്ത് ഉള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കുക. പിന്നെ ഫിലോ ആണ് നോക്കുന്നത്, പോർച്ചുഗീസ് കൊങ്കണി, അല്ലാണ്ട് ക്രിസ്ത്യനായിട്ടാണ് ബന്ധം. അല്ലാണ്ട് ബീവാത്തുമ്യം കൂവാത്തുമ്യം മുസ്ലിംസ് ഒന്നും അവിടെ എന്നെ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ മനസ്സിലായി 1989 തൊട്ട് ഏത് സിനിമ എന്ത് കണക്ഷൻ അനുസരിച്ചാണ് വരുന്നത് തൃശ്ശൂരായിട്ട് എന്നാണ് മനസ്സിലാക്കുക. അവരുടെ തന്നെ അടി അവർ നിന്ന് വരുന്നത് 2026 അനുസരിച്ച് പിന്നെ മറിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കുക, മനസ്സിലാക്കുക.